യൂട്യൂബ് ചാനൽ വൈകേഷ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയലക്കറിയാണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. സാധനങ്ങൾ: തേങ്ങ അരച്ചത്, ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് അരച്ചത്, വെളുത്തുള്ളി ഇഞ്ചി, കുറച്ച് സവാള, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും ഉണ്ട്, കാരിമുളകും ഉണ്ട്, തക്കാളി, മുരിങ്ങക്ക, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇതാണ് ഇതിനാവശ്യമായ സാധനം. ചട്ടി അടുപ്പത്ത് വയ്ക്കും. നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല മൂത്ത് വന്നതിന് ശേഷം, നല്ല മൂത്ത് വന്നിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ല മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടിപൊളി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചു നേരം അടച്ചു വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിടന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് തക്കാളിക്ക, മുളക്, മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇളക്കിയ ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഇതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കും. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനുകളെ ഇട്ട് കൊടുക്കാം. മീനും തലയും എല്ലാം ഉണ്ട്. വലിയ മീനും ഉണ്ട്, കുഞ്ഞു മീനും ഉണ്ട്.
എല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് കറക്കാം. വറ്റി വന്നിട്ടുണ്ട്. അത് ചാറുള്ളത് നല്ലതാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കടു താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഉള്ളി കുറച്ച് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇനി ഇതിലേക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അയലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ബൗളിലേക്ക് മാറ്റാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ അയലക്കറിയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരിക.